ദൈവം എന്ന വാക്ക് ലോപിച്ചുണ്ടായതാണ് തെയ്യം. അതിതീവ്രമായൊരു സഹനം ഇതിനാവശ്യമാണ്. ഒരു തെയ്യക്കാരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു നിത്യ ഉപാസകനായിരുന്നു. ഇപ്പോൾ 9ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഗുളികൻ തെയ്യം കെട്ടിയാടുന്നത്. ഒരു മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഒരു പരിണാമമുണ്ട്. എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? ഭൗതിക ശരീരത്തെ സ്നേഹിക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു തീക്കൂനയിലേക്ക് എടുത്തിയാടാൻ കഴിയും. കാരണം വെള്ളത്തിലാണെങ്കിൽ ആരെങ്കിലും പഠിക്കും, നീന്തറിയുന്നല്ല പഠിക്കും. തീൻ്റെ അകത്ത് പോകുന്ന തെയ്യത്തിനാ അതിന് പോയത് തന്നെയാണല്ലോ. ഈ തെയ്യത്തിന്റെ മേഖലയിൽ കാലമെത്താതെ മരണവും വളരെ വിരളമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ വർജിക്കേണ്ടി വന്നിട്ടുള്ളത്? അപ്പൊ ഈ കണ്ണ് കെട്ടുന്ന തെയ്യാണെങ്കിൽ കണ്ണ് കാണില്ല, തടി മീശയും കെട്ടുന്നതാണെങ്കിൽ വെള്ളം ഇറങ്ങും, കഴുത്തിന് കെട്ടുന്ന ഓലക്കാതും പട്ടും പോലെയുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കഴുത്ത് മുറുകും. എല്ലാ കുട്ടികളെയും വാവാവോ എന്ന് പാടുമ്പോൾ ഒരു തെയ്യക്കാരൻ്റെ കുട്ടീനെ തെയ്യത്തിന്റെ താളം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, പാടി ഉറക്കും. എങ്ങനെയാണ് ഈ ഒരു വേഷത്തിൽ ഇത്രയും അധികം മണിക്കൂറുകൾ നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അവിടെ ഞാനില്ലല്ലോ, അതീന്ദ്രിയമായ ഒരു ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. എനിക്കിവിടെ ദണ്ഡൻ എന്ന് പറയുന്ന ഒരു തെയ്യം ഉണ്ടായിരുന്നു. 101 കൂത്തിരിയും 16 പന്തവും ഒക്കെ ആയിട്ടുള്ള ഒരു ഭീകര യുദ്ധം പോലെയുള്ള ഒരു തെയ്യമാണ്. വളരെ അപൂർവമായിട്ട് മാത്രം കെട്ടിയാടുന്ന ഒരു തെയ്യമാണ്.